ഈ ഡ്രസ്സിൽ ശരിക്കും ഒരു രാജകുമാരിയെ പോലെ ഉണ്ടല്ലേ? ആ അത് ശരിയാ. ഒരു സൈഡിൽ ഇവരും മറ്റേ സൈഡിൽ മോഹിനി ആന്റിയുടെ മോളും ഉണ്ടല്ലോ. രണ്ടുപേർക്കും എന്തോരം വ്യത്യാസമുണ്ടോ നോക്ക്. ഇല്ലില്ല, വലിയ വ്യത്യാസമൊന്നുമില്ല. കരിക്കട്ടയും വയരവും തമ്മിലുള്ള അത്രയും വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. അതുകൊണ്ടാ തുണി അവരുടെ മുറി കൊണ്ടുപോയി ഇട്ട് നോക്കുന്നത്. മറ്റുള്ളവർ കണ്ട പരിഹസിച്ചിരിക്കില്ലേ? ഈ ഡ്രസ് കാണാൻ എന്തൊരു ഭംഗിയാ. പക്ഷേ എനിക്കിത് നന്നാവോ ഇല്ലെന്ന് അറിയാൻ പറ്റുന്നില്ല. എന്താ ഇത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഇതെന്ന്? ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ നീ ഇട്ട പിന്നെ എങ്ങനെയാ ഭംഗി ഉണ്ടാവുക? എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ലൈറ്റ് കളറിലെ ഡ്രസ് ഇടണം, ലൈറ്റ് കളറിലെ ഡ്രസ് ഇടണമെന്ന്. ലൈറ്റ് കളറിലെ ഡ്രസ് ഒന്നും എന്താ ഇവിടെ ഇല്ലെന്നാണോ? ചേരുന്നില്ല ഇത്. വേറെ ഡ്രസ് ഒന്നും ഇല്ലേ? ഇവിടെ ഇരിക്കുന്ന മൊത്തം ഡ്രസ്സുകളും ഡാർക്ക് കളറിലുള്ളതാണ്. ലൈറ്റ് കളറിലെ ഡ്രസ് ഒന്നും ഇല്ലേ? ചെല്ല്, പോയി ലൈറ്റ് കളറിലെ ഡ്രസ് എടുത്തിട്ട് വാ. ഇന്നലെ കേറി വന്ന പീറ പെണ്ണ്, അവൾ വെളുത്ത സുന്ദരി. അവളൊരു മാലാഖ കുഞ്ഞൊന്നുമില്ലല്ലോ, വേറൊരു നാട്യക്കാരിയുടെ മകളാണ്. നീ എന്താ നിന്റെ മുഖത്തൊന്നും ചെയ്യാത്തത്? അമ്മേ, ഞാൻ എന്റെ അച്ഛനെ പോലെയാ. നിന്നോട് ആരാ പറഞ്ഞ നിന്റെ അച്ഛനെ പോലെ ആവാനായിട്ട്? ഞാനാണോ പറഞ്ഞത്? കാണാൻ കൊള്ളാത്ത വൃത്തികെട്ട മനുഷ്യനെ പോലെ ആയി വരാനായിട്ട്? എന്നെ പോലെ ആയിക്കൂടായിരുന്നോ? അതിലിപ്പോ ഞാൻ എന്താ ചെയ്യാനാ? മിണ്ടരുത്, ഒരു വാക്ക് മിണ്ടരുത്. എത്ര വട്ടം പറഞ്ഞിട്ടുള്ളത് നിന്നോട് ക്രീം തേക്കണം, ക്രീം തേക്കണം എന്നുള്ളത്. ഇനി ക്രീം തേച്ചിട്ട് മതിയാവുന്നില്ലെങ്കിൽ കുറെ പൗഡർ എടുത്ത് കൊട്ടി പൂശണം മുഖത്ത്. മതി അമ്മ. പറഞ്ഞില്ലേ ഞാൻ മിണ്ടാതെ നിൽക്കാനായിട്ട്? വീട്ടിലെ വേലക്കാര് പോലും ഇന്നലെ കേറി വന്ന പെങ്കച്ചുമായിട്ട് കമ്പയർ ചെയ്യാ നിന്നെ. അവൾ ആരാന്ന് അവളുടെ വിചാരം? നിനക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. എന്ത് പറഞ്ഞു തന്നാലും അത് നിന്റെ നല്ലതിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്ക. മനസ്സിലാവുന്നില്ലേ? ഇന്ന് നിന്നെ ഞാൻ ഇങ്ങനെയും വെളുപ്പിച്ചിട്ടേ ഇരിക്കൂ. അണിഞ്ഞൊരുങ്ങി നടക്കാൻ തുടങ്ങ. മനസ്സിലായോ? മുത്തശ്ശി, ഞാനും എപ്പോഴാ ഇതുപോലെയുള്ള റോയൽ റിംഗ് ഇടുന്നത്? നാളെ നിന്റെ മോതിരം നിനക്ക് കിട്ടും. ചേച്ചിക്ക് നാളെ റിംഗ് കൊടുക്കില്ലേ മുത്തശ്ശി? ടൈലർ അങ്കിൾ, എന്റെ ഡ്രസ്സ് കുറച്ച് ഇവിടെ ലൂസാണ്, ഒന്ന് ഓൾട്ടർ ചെയ്ത് തരുമോ? ഇവിടെ. ക്ഷമിക്കണം, ഞാൻ രാജകുടുംബത്തിലുള്ളവരുടെ തുണി മാത്രമേ തയ്ക്കൂ. ഇത് വേണമെങ്കിൽ എന്റെ സഹായികളെ വെച്ച് ചെയ്തു തരാം. എന്താ പറയുന്നേ? എന്നെ റോയിലായിട്ട് തോന്നില്ല എന്നാണോ അതോ എന്റെ ഡ്രസ്സോ? പക്ഷെ ഈ അരമനയിൽ നൃത്തം ചെയ്യുന്നവരെ നാട്യക്കാരി എന്നാണ് വിളിക്കാറുള്ളത്. അവർക്ക് ഇവിടെ യാതൊരു ബഹുമാനവും കിട്ടാറില്ല. സെയിം പിഞ്ച്. മുത്തശ്ശിക്കും എനിക്ക് ഒരേ ടേസ്റ്റ് ആണല്ലേ? നീയും ഞാനും ഒരിക്കലും ഒന്നിക്കാൻ പറ്റില്ല. രംജിം, ടൈലർ നിന്റെ ഡ്രസ്സ് തയ്ച്ചു തന്നിട്ടുണ്ട്. നാളെ ഇട്ടാ മതി. ഇപ്പൊ എടുത്ത് മടക്കി വെച്ചേക്ക്. കേട്ടല്ലോ? അമ്മേ, എല്ലാവർക്കും എന്താ എന്നോട് പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്താ എന്നോട് തുറന്നു പറയാത്തെ?
എന്തിനാ എന്നെ വഴക്ക് പറഞ്ഞോണ്ടിരിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എന്താ പറ്റിയേ? എല്ലാവരും എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. പിന്നെ റാണി മുത്തശ്ശി ഇപ്പോഴും ക്ഷേത്രത്തിൽ വെച്ച് സംഭവിച്ച കാര്യം ഓർത്ത് എന്നോട് ദേഷ്യത്തിലാണോ? അതോ എനിക്കറിയാത്ത വേറെന്തെങ്കിലും കാരണമുണ്ടോ? റോജുമോളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം? അതൊന്നുമില്ല മോളെ, മോള് വിഷമിക്കണ്ട. അങ്ങോട്ടിരിക്കെ വാ. സിഗരറ്റ് വലിച്ച ആ ചെറുക്കന്റെ കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ മറ്റുള്ളവരൊക്കെ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? അതിന് മാത്രം ഞാൻ എന്തെറ്റാ ചെയ്ത്? എന്നെ മുത്തശ്ശി, അവരെ ഞാൻ മുത്തശ്ശി എന്ന് വിളിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. ഞാൻ ഇവിടെ വന്നതുകൊണ്ട് ആർക്കും സന്തോഷമില്ല. ഇല്ല, മോള് കരുതുന്ന പോലൊന്നുമില്ല. നമ്മളിവിടെ പുതിയതായിട്ട് വന്നതല്ലേ, അതുകൊണ്ട് അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും, അത്രേ ഉള്ളൂ. ആ പിന്നെ നാളെ മോൾക്കും മോതിരം ഇടുന്നുണ്ട്. റോയൽ മോതിരം. റാണിയമ്മ എൻ്റെ അടുത്ത് നിന്റെ സൈസും ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. സത്യാണോ? ഇതെന്താ എന്നോട് നേരത്തെ പറയാതിരുന്നേ? ഞാൻ ചെന്ന് എന്റെ ഡ്രസ്സിന്റെ ഫിറ്റിംഗ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് വരാം. സത്യം എന്താന്ന് മറ്റൊരാളിലൂടെ റിംചിം അറിയുന്നതിന് മുമ്പ് എനിക്ക് ശരണോട് സംസാരിച്ചേ പറ്റൂ. അമ്മായി, നിങ്ങളെ തോൽപ്പിച്ചു തോർക്കുമ്പോൾ എനിക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ട്. ഈ തോൽവിയിലും വിജയം എനിക്ക് തന്നെയാ. അത് ഓർമ്മയുണ്ടല്ലോ? ചതുരംഗം കളിക്കാൻ ഞാനാണ് നിന്നെ പഠിപ്പിച്ചത്. ശരി. ഗുരുവിനേക്കാൾ ശിഷ്യൻ നന്നായി കളിച്ചാൽ അത് ഗുരുവിന് അഭിമാനിക്കാൻ വക നൽകും. നിന്റെ ശബ്ദം എപ്പോഴും എന്റെ ചെവിയിൽ മാറ്റൊളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇന്നത് ഈ അരമനയിൽ കേൾക്കുകയാണ്. ഇവിടെ ഐശ്വര്യം വന്നതുപോലെയുണ്ട്. അമ്മായി, എനിക്കൊരു നല്ല രാജാവാകാൻ പറ്റുമെന്ന് അമ്മായിക്ക് എന്ത് കാരണം കൊണ്ടാ തോന്നുന്നത്? നിന്നെ ഞാൻ കൊച്ചുനാൾ മുതലേ വളർത്തി വലുതാക്കിയതാ. നിന്നെക്കുറിച്ച് നിന്നെക്കാളും എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് എന്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് നിന്റെ കടമയാ. ശരി. പപ്പ, മുത്തശ്ശി. ആവിക്കുട്ട, അഭിമോൻ എന്റെ കൂടെ വന്നേ. ഞാനൊരു സൂത്രം കാണിച്ചു തരാം. അമ്മ ഇവനെ കൊണ്ടുപോക്കാം, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ആ, എന്താ പറ്റിയ പവിത്ര? എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഒന്നിങ്ങോട്ട് വന്നേ. എന്താ കാര്യം? എന്താ പറ്റിയേ? എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? വാ, ഇരുന്ന് സംസാരിക്കാം. ഇല്ല, എന്റെ മനസ്സിലുള്ളത് നിങ്ങളോട് പറയുന്നത് വരെ എനിക്ക് സമാധാനമായിട്ട് ഒരിടത്തിരിക്കാൻ പറ്റില്ല. എന്തു പറ്റി? നമ്മൾ ഈ കൊട്ടാരത്തിലേക്ക് വന്നത് മുതൽ നിങ്ങളെയും പിന്നെ അവിക്കിനെയും എല്ലാരും തലയിൽ കയറ്റി വെച്ചിരിക്കുക. പക്ഷെ മോൾ എന്ത് തെറ്റാ ചെയ്ത്? എന്തു പറ്റി? അവളുടെ വഴിയിൽ എല്ലാരും മുള്ളു വാരിയിടുക. ആ മുള്ള അവളുടെ കാലിൽ കുത്തി കേറിയാലോ? എന്റെ മോളെ ഒരു മുള്ളും കുത്താൻ ഞാൻ അനുവദിക്കില്ല. വീർഗർക്ക് രാജാവാകുന്നതിന് മുന്നേ ഞാൻ അവളുടെ അച്ഛനാ. അവൾക്കൊന്നും സംഭവിക്കില്ല. ഹേ, എല്ലാത്തിനേക്കാളും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഈ വീട്ടില് അവൾക്ക് എന്തൊക്കെയോ വലിയ അറിവുണ്ടെന്നാണ് എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ മുടി പെയിന്റ് ചെയ്ത് വയസ്സിനെ മറച്ചു വെച്ചിരിക്കുക. ഈ വീട്ടിൽ എനിക്കൊരു ബഹുമാനം കിട്ടുന്നില്ല. അച്ഛൻ എന്തിനാ എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഞാൻ എല്ലാ പ്ലാനിങ്ങും ചെയ്തതല്ലേ. ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പോലും പറഞ്ഞു വെച്ചതായിരുന്നു. ഇനി എങ്ങനെ ഞാൻ അവരുടെയൊക്കെ മുമ്പിൽ ഒന്ന് പോവുക? ആ ശരണങ്ങാനം ആ സിംഹാസനത്തിൽ കയറി ഇരുന്നാലുണ്ടല്ലോ. പക്ഷെ ഞാനിനി എന്ത് ചെയ്യാനാ? എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കാത്തിരിക്കണം. ശരിയായ സമയം വരുമ്പോ ആക്രമിക്കണം. ആക്രമിക്കാനോ? എന്തെങ്കിലും യുദ്ധം നടക്കാൻ പോകുന്നുണ്ടോ അച്ഛാ? യുദ്ധമല്ല, ഒരു ചതുരംഗ ചതി നടക്കാൻ പോവുക. രാജാവിന്റെ അടുത്ത് ഭാഗ്യം ഉള്ളിടത്തോളം കാലം അയാൾ സുരക്ഷിതനായിരിക്കും.
പക്ഷെ അയാളെ കൊന്നു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാം നടക്കും. ആ ശരണിന്റെ ശക്തി അവന്റെ കുടുംബമാണ്. ആ ശക്തി ഒന്ന് ബലഹീനമായാൽ നമ്മൾ ജയിക്കും. അതായത് ആ മോതിരമിടൽ ചടങ്ങിൽ ആ പെങ്കൊച്ചിനെ മോതിരമിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഇപ്പൊ നിനക്ക് മനസ്സിലായോ?